ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. കലിപ്പനും ഉണ്ടക്കണ്ണിയും ഭാഗം 13. രചന ഫൗസിയ നൗഷാദ്. ഹലോ. അവനെ ഉണ്ണി ഓൺലൈനിലുണ്ടെന്ന് കണ്ടതും മെസ്സേജ് അയച്ചു. രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നു. അത്താഴം കഴിഞ്ഞ് റൂമിലേക്ക് കയറി അവൾ ഫോൺ എടുത്തു. ഇനി ഇവിടെ ആരും ശല്യപ്പെടുത്താൻ വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ കാത്തിരുന്നു. ഓൺലൈൻ ഉണ്ടായിരുന്നിട്ടോ 5 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ മെസ്സേജ് സീൻ ചെയ്തത്. സീൻ ചെയ്തിട്ട് റിപ്ലൈ ഇല്ല. ഉണ്ണിയേട്ടാ സോറി. അവൾ വീണ്ടും മെസ്സേജ് അയച്ചു. ജനലിലൂടെ എത്തി നോക്കിയപ്പോ ഉണ്ണിയുടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്. ഉണ്ണിയേട്ടാ സോറി ഉണ്ണിയേട്ടാ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അത് അയക്കുമ്പോ അവളുടെ കണ്ണ് നിറഞ്ഞു. 10 മിനിറ്റ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉണ്ണിയുടെ ഫോണിൽ നിന്നും മറുപടി വന്നു. അവളുടെ കണ്ണുകൾ നനഞ്ഞുപോയി. അവൾ വിറയ്ക്കുന്ന വിരലുകളോടെ ആ മെസ്സേജ് തുറന്നു വായിച്ചു. എന്തിനാടി കള്ളം പറഞ്ഞത്? ആ കാറിൽ പോകുമ്പോൾ കിട്ടിയ സുഖം എന്റെ ഈ പഴയ ബുള്ളറ്റിൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ വെറുതെ എന്നോട് സോറി പറയുന്നത്? നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് പൊക്കോ, ഇനി എന്റെ പിന്നാലെ വരണ്ട. അത് വായിച്ചതോ അവളൊന്ന് തകർന്നു പോയി. ഉണ്ണിയുടെ ഇത്രയും കടുപ്പത്തിൽ സംസാരിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ വേഗം അവനെ വിളിക്കാൻ നോക്കി. പക്ഷെ ഉണ്ണി റിങ് പോലും ചെയ്യാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവൾ ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. തലയിണയിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. താൻ കാരണം ഉണ്ണിയുടെ ഇത്ര വലിയ വിഷമം ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി. അനാട്ടമി പഠിക്കാൻ പോയ താൻ സ്വന്തം ജീവിതം തന്നെ അനാട്ടമി പോലെ കീറി മുറിക്കപ്പെടുന്നത് കണ്ടു നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാനായി അവന് പുറത്തിറങ്ങിയപ്പോ ഉമ്മറത്ത് വല്ലാത്തൊരു നിശബ്ദത. ഉണ്ണി ഇന്നലെ രാത്രി വന്നത് പോലും ഇല്ല. അവൾ അപ്പുറത്തെ മുറ്റത്തേക്ക് നോക്കി. ബുള്ളറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷെ ഉണ്ണിയെ കാണാനില്ല. അവൾ തനിച്ചാണ് കോളേജിലേക്ക് നടന്നുപോയത്. മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. പെട്ടെന്നാണ് കോളേജ് ഗേറ്റിന് മുന്നിൽ വെച്ച് അഡ്വക്കേറ്റ് ഹരിഹരന്റെ കാർ അവളെ മറികടന്നു പോകുന്നത് കണ്ടത്. അതിന്റെ പിന്നിലായി ജീവാ മേനോന്റെ ലാൻഡ് റോവറും. ജീവ കാർ മെല്ലെ ഒതുക്കി നിർത്തി. കയറിക്കോ അവനി, അവൻ ഗ്ലാസ് താഴ്ത്തി പറഞ്ഞു. അവളൊന്നും പറയാതെ പഴയതുപോലെ അല്ല, വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അതിൽ കയറിയിരുന്നു. ഇന്നലെ ഉണ്ണിയേട്ടൻ അയച്ച ആ മെസ്സേജ് അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. കാറിനുള്ളിലെ തണുപ്പ് അവളുടെ ശരീരത്തിനേക്കാൾ ഉള്ളിലേക്കാണ് അരിച്ചിറങ്ങിയത്. ജീവ ഒരു നോട്ടം അവളിലേക്ക് പായിച്ചു. കണ്ണുകൾ വല്ലാതെ വീങ്ങിയിരിക്കുന്നു. നീ കരഞ്ഞോ? അവൻ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ജനലിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിന്റെ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുവോ? ജീവ റോഡിലേക്ക് നോക്കി പറഞ്ഞു. ഉണ്ണി എന്ന വ്യക്തിയോട് നിനക്കുള്ള അമിതമായ കൂറും അവൻ നിന്നോട് കാണിക്കുന്ന ഈ അവഗണനയും നിന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്റെ കാര്യത്തിൽ സാർ ഇടപെടണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ ഇടപെടുന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ ഞാൻ അച്ഛനോട് സംസാരിച്ചു. നിന്റെ ഭാവിയെ പറ്റി അച്ഛന് വ്യക്തമായ ധാരണയുണ്ട്. ഇനി നിന്റെ ആങ്ങളയുടെ വാശിക്ക് വഴങ്ങേണ്ടി വരില്ല. ജീവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവൾക്കത് കേട്ട അത്ഭുതമാണ് തോന്നിയത്. അച്ഛനെ പോലും സ്വാധീനിക്കാൻ ഈ മനുഷ്യൻ എങ്ങനെ കഴിയുന്നു? കോളേജിലെത്തിയപ്പോൾ ജീവ അവളെ കാറിൽ നിന്ന് ഇറക്കി. എന്നാൽ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ചിലർ അവളെയും ജീവനെയും കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. ഇനി ക്ലാസ്സിലേക്ക് പൊക്കോ, വൈകുന്നേരം ഞാൻ വരാം, ജീവ അല്പം ഔദ്യോഗികമായ സ്വരത്തിൽ പറഞ്ഞു. അവൾ വേഗം ക്ലാസ്സിലേക്ക് നടന്നു. വരാന്തയിൽ വെച്ച് അനുഗ്രഹം ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഡി, ജീവൻ സാറിന്റെ കാറിൽ നീയാണോ വന്നത്? ക്യാമ്പസിൽ മുഴുവൻ സംസാരമാടാ. നിനക്കിപ്പോ വലിയ പിടിപാടാണല്ലോ സാറുമായിട്ട്. അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. എല്ലാവർക്കും തന്നോട് ഇത്രത്തോളം വെറുപ്പാണോ? ഉണ്ണിയേട്ടൻ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല. ക്ലാസ്സിൽ കയറി ഇരുന്നിട്ടും അവളുടെ ശ്രദ്ധ മുഴുവൻ ഉണ്ണിയേട്ടന്റെ ആ മെസ്സേജിലായിരുന്നു. പെട്ടെന്നാണ് ലാബിന്റെ വാതിൽ കൂടി ജീവാ മേനോൻ അകത്തേക്ക് കയറി വന്നത്. അവൻ നേരെ വന്ന് നിന്നത് അവനിയുടെ മുന്നിലാണ്. അവനി, ഒരു പ്രൊജക്ട് വർക്കുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് വൈകുന്നേരം എന്റെ ക്യാബിനിൽ വരണം. ഹോസ്പിറ്റൽ പ്രൊജക്ടിന്റെ ഫൈനൽ റിപ്പോർട്ടാണ്. അത് താൻ കൂടി അറിഞ്ഞിരിക്കണം. ജീവ ക്ലാസ്സിന് മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു. എല്ലാവരും അവൾ അത്ഭുതത്തോടെ നോക്കി. അനാട്ടമിയിൽ ഫസ്റ്റ് റാങ്കുള്ള അവന് ഈ ജീവൻ നേരിട്ട് പ്രൊജക്റ്റിലേക്ക് വിളിച്ചത് വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ അവനുടെ മനസ്സിൽ ഉണ്ണിയേടന്റെ വാക്കുകളായിരുന്നു. നിനക്ക് പോകാൻ വലിയ കാറുകൾ ഉണ്ടല്ലോ. ഉണ്ണിയേടന്റെ വാക്കുകൾ നെഞ്ചിനുള്ളിൽ ഒരു കൂർത്ത മുന പോലെ തറച്ചു കയറിക്കൊണ്ടിരുന്നു. ക്ലാസ്സിലെ എല്ലാവരുടെയും കണ്ണുകൾ തന്നിലാണെന്ന് അറിഞ്ഞിട്ടും അവനിക്കൊന്നിനും ഒരു ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല. ജീവാ മേനോൻ സാറിന്റെ പ്രൊജക്ട് വിളി എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നിട്ടും അവൾക്കതൊരു ഭാരമായിട്ടാണ് തോന്നിയത്. ഉണ്ണിയേട്ടൻ തെറ്റിദ്ധരിച്ചതുപോലെ താൻ വലിയ കാറുകളുടെ പ്രതാപത്തിൽ വീണുപോയതല്ലെന്ന് അവനെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? അവനി, ഐ ആം ടോക്കിംഗ് ടു യു. വൈകുന്നേരം 4 PM ഫയലുകൾ അതിന്റെ ക്യാബിനിൽ ഉണ്ടാവണം. ജീവ തന്റെ കടുകാപ്പി മിഴികളിലെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ആജ്ഞാപിച്ചു. ശരി സർ, അവൾ തലത്താഴ്ത്തി വളരെ പതിയെ പറഞ്ഞു. ജീവാ മേനോൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതും അനുഗ്രഹയും ശിവയും അവളുടെ ബെഞ്ചിലേക്ക് ആകെ കൂടി അടുത്തു വന്നിരുന്നു. ഡി മിഴി,
എന്താടി ഇതൊക്കെ? ജീവൻ സാർ ആരെയും ഇങ്ങനെ പ്രൊജക്റ്റിലേക്ക് നേരിട്ട് വിളിക്കാറില്ലല്ലോ. അതും ഫസ്റ്റ് ഇയറിലെ ഒരു കുട്ടിയെ. നിങ്ങളുടെ വീട്ടിൽ വന്നത് ഇപ്പൊ ഒന്നിച്ച് കാറിൽ വരുന്നത് നോക്കി ക്യാമ്പസിൽ വലിയ ടോക്ക് ആവുന്നുണ്ട്. അനുഗ്രഹയുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ വയ്യടി പ്ലീസ്. അവൾ ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു. കണ്ണുനീർ തുള്ളികൾ ആ മരമേശപ്പുറത്തേക്ക് വീണ് പടർന്നു. വൈകുന്നേരം 4 മണി. അവന് കനത്ത മനസ്സോടെ പ്രൊഫസർ ജീവ മേനോന്റെ ക്യാബിന് മുന്നിലെത്തി വാതിൽ മുട്ടി. കമിൻ. അകത്തുനിന്ന് ജീവന്റെ കനത്ത ശബ്ദം കേട്ടു. അവൾ അകത്തേക്ക് കയറി. ടേബിളിന് ഇരുവശത്തുമായി വലിയ ചില ഹോസ്പിറ്റൽ ബ്ലൂ പ്രിന്റുകളും ഫയലുകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജീവ ചായ കുടിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു. ഇരിക്കൂ അവനി. അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. അവൾ മടിയോടെ കസേരയിൽ ഇരുന്നു. ജീവ അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. രാവിലെ കണ്ടതിനേക്കാൾ വല്ലാതെ വാടിയിരിക്കുകയാണ് അവളുടെ മുഖം. ആപ്പിൾ കട്ടിംഗ് താടിയിൽ വിരലോടിച്ചുകൊണ്ട് അവൻ പതിയെ മുന്നോട്ടാഞ്ഞിരുന്നു. പ്രൊജക്ടിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ജീവന്റെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. നിന്റെ അച്ഛൻ അനിൽ സാറുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കുടുംബം ഉണ്ണിയെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അവന് നിന്റെ ലോകം ഈ മെഡിക്കൽ കോളേജാണ്. നിന്റെ കരിയർ വളരെ ബ്രൈറ്റ് ആണ്. ഒരു ചെറിയ നാട്ടുമ്പുറത്തുകാരന്റെ ഈഗോയ്ക്കും ദേഷ്യത്തിനും മുന്നിൽ നിന്റെ ഭാവി നീ എന്തിനാ പണയം വെക്കുന്നേ? ജീവന്റെ ചോദ്യം കേട്ടതോ അവനിയുടെ ഉള്ളിലെ ദേഷ്യം പെട്ടെന്ന് കട്ട ദേഷ്യമായി മാറി. ഉള്ളിലെ സങ്കടം പെട്ടെന്ന് കട്ട ദേഷ്യമായി മാറി. അവള് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. സർ, ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. അല്ലാതെ സാറിന്റെ ജീവിതം തീരുമാനിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഉണ്ണിയേട്ടൻ ഒരു ചെറിയ നാട്ടിൻപുറത്തുകാരായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ അച്ഛനോളം തന്നെ വിലയുള്ള ആളാണ്. സാറ് മനഃപൂർവ്വം എന്റെ അച്ഛനോട് ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റിയതല്ലേ? അവള് വിരൽ ചൂണ്ടി ചോദിച്ചു. ജീവന്റെ കടുങ്കാപ്പി മിഴികൾ ഒന്ന് തിളങ്ങി. അവന്റെ ചുണ്ടിൽ ആ നിഗൂഢമായ കള്ളച്ചിരി വീണ്ടും വിരിഞ്ഞു. അവൻ സാവധാനം എഴുന്നേറ്റ് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. അതെ, ഞാൻ തന്നെയാണ് അനിൽ സാറിനോട് സംസാരിച്ചത്. അതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. കാരണം നിന്നെപ്പോലൊരു മിടുക്കി കുട്ടി ആ ബുള്ളറ്റുകാരന്റെ കയ്യിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നിന്റെ അനാട്ടമിയിലെ റാങ്ക് പോലെ തന്നെ നിന്റെ ഓരോ ചുവടും ഇനി ജീവാമേനോന്റെ നിരീക്ഷണത്തിലായിരിക്കും. അവന്റെ ശബ്ദത്തിലെ ആ അവകാശം സ്ഥാപിക്കൽ അവളിൽ വല്ലാത്തൊരു ഭയവും ഒപ്പോഴും പുതിയ വികാരവും ഉണ്ടാക്കി. എനിക്ക് സാറിന്റെ പ്രൊജക്റ്റും വേണ്ട, ഒന്നും വേണ്ട. അവൾ ഫയലുകൾ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് ക്യാബിന് പുറത്തേക്ക് ഓടി. കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൾ കോളേജ് ഗേറ്റും കടന്ന് റോഡിലേക്ക് ഓടിയിറങ്ങി. എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഉണ്ണിയേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ ടൗൺ റോഡിന്റെ വളവ് തിരിഞ്ഞതും അവൾ കണ്ട കാഴ്ച അവളുടെ ശ്വാസം നിലപ്പിച്ചു കളഞ്ഞു. റോഡരികിലെ ചായക്കടയ്ക്ക് മുന്നിൽ ഉണ്ണിയേട്ടന്റെ ബുള്ളറ്റ് കിടപ്പുണ്ട്. അവൾ ഉള്ളിലേക്ക് നോക്കി. ഉണ്ണി അകത്തിരുന്ന് ചായ കുടിക്കുകയാണ്. അവനവളെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ആ കടുങ്കാപ്പി മിഴികളിൽ മുമ്പെപ്പോഴോ കണ്ടിരുന്ന ആർദ്രതയോ പരിഗണനയോ ഒരിറ്റുപോലും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു തണുപ്പായിരുന്നു ആ നോട്ടത്തിൽ. കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ ചായ ഗ്ലാസ് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അവന് തളർന്ന കാലടികളോടെ ആ ചായക്കടയുടെ മുന്നിലേക്ക് നടന്നു ചെന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ. അവള് വളരെ ദയനീയമായി വിതുമ്പിക്കൊണ്ട് വിളിച്ചു. ഉണ്ണി ഗ്ലാസ് ബെഞ്ചിലേക്ക് വെച്ച് സാവധാനം എഴുന്നേറ്റു. അവൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കടക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തു. അവളോട് ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ഉണ്ണിയേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ജീവൻ സാർ അച്ഛനോട്. അവൾ അവന്റെ കയ്യിൽ പിടിക്കാനാഞ്ഞു. കൈ വിടടി. ഉണ്ണി പെട്ടെന്ന് കൈ പിന്നോട്ട് വലിച്ചലറി. അവന്റെ ആ ശബ്ദം കേട്ട് ചായക്കടയിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അവരെ തന്നെ നോക്കി. ഉണ്ണിയുടെ കടുങ്കാപ്പി മിഴികൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് സംസാരിക്കാൻ ഇപ്പൊ ഈ ഉണ്ണിയേട്ടൻ വേണോ? നിന്റെ വലിയ പ്രൊഫസർ സാറിന്റെ വലിയ കാറിൽ നിന്ന് എന്നെ ഉപദേശിച്ചപ്പോ നിനക്ക് വലിയ സുഖമായിരുന്നല്ലോ. അങ്ങേര് നിന്റെ അച്ഛനെ കണ്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്റെ അടുത്തേക്ക് എന്തിനാടി വരുന്നത്? അതല്ല ഉണ്ണിയേട്ടാ, എനിക്ക് സാറിനെ ഇഷ്ടമല്ല. ഞാൻ സാറിന്റെ കാറിൽ കയറിയത് ബസ് കിട്ടാനിട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി നീ എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കണ്ട. നീ ഒരു വലിയ ഡോക്ടർ ആവാൻ പോകുന്നവളാ. അനിൽ സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ വേറൊരു നാട്ടുപുറത്തുകാരൻ. നിന്റെ ഈ വലിയ ലോകവുമായി എനിക്കൊരു ബന്ധവും ഇല്ല. ഇനി മേലാൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഉണ്ണി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിയേട്ടാ പ്ലീസ്, എന്നെ ഇട്ടിട്ട് പോവല്ലേ? അവള് ബുള്ളറ്റിന്റെ പിന്നിൽ പിടിക്കാൻ നോക്കി. പക്ഷെ ഒട്ടും ദയയില്ലാതെ ഉണ്ണി ആക്സിലറേറ്റർ തിരിച്ചു. ബുള്ളറ്റ് ഒരു വലിയ ശബ്ദത്തോടെ ടൗൺ റോഡിലേക്ക് പാഞ്ഞു പോയി. പൊടിപടലങ്ങൾക്കിടയിൽ അവൾ വീണ്ടും ആ റോഡരികിൽ തനിച്ചായി. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. പെട്ടെന്നാണ് കറുത്ത ലാൻഡ് റോവർ കാർ അവൾക്ക് തൊട്ടു മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടത്. കാറിന്റെ ഡോർ തുറന്ന് ഡോക്ടർ ജീവ മേനോൻ പുറത്തിറങ്ങി. ക്യാബിൽ നിന്ന് ഓടിപ്പോയ അവനെ തിരഞ്ഞു വന്നതായിരുന്നു അവൻ. കരഞ്ഞു തളർന്നിരിക്കുന്ന അവനെയും ദൂരെ മറയുന്ന ബുള്ളറ്റിന്റെ ശബ്ദവും കേട്ടപ്പോൾ ജീവന് കാര്യം മനസ്സിലായി. അവന്റെ മുഖത്തെ ആ കലിപ്പം ഭാവം മാറി വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. അവന് ഗെറ്റ് ഇൻ ദി കാർ. ജീവ വളരെ ശാന്തമായി എന്നാൽ ആജ്ഞാശക്തിയോടെ പറഞ്ഞു. അവൾ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ കടുത്ത വെറുപ്പായിരുന്നു.
നിങ്ങൾക്കിപ്പോ സന്തോഷമായല്ലോ സാർ. എന്റെ ഉണ്ണിയേട്ടൻ എന്നെ പൂർണ്ണമായി വെറുത്തു. സാറ് കാരണം ഇതെല്ലാം. ജീവ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ കടുങ്കാപ്പി മിഴികൾ അവളുടെ കണ്ണുകളിലേക്ക് തറഞ്ഞു നിന്നു. അതെ, നിന്റെ ഉണ്ണിയേട്ടൻ നിന്നെ വെറുത്തു. കാരണം അവന് നിന്റെ വിജയത്തിലല്ല, അവന്റെ ഈഗോയ്ക്കാണ് വില. ഒരു ചെറിയ പിണക്കത്തിന്റെ പേരിൽ നിന്നെ ഈ ഇരുട്ടിൽ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവനാണോ നിന്റെ തണല്? ഇല്ല അവനി, നിനക്കിനി ഇനി ഈ ജീവാ മേനോന്റെ തണലിലാണ് ജീവിക്കേണ്ടത്. കയറ് കാറിൽ. ജീവന്റെ ആ വാക്കുകളിലെ തീക്ഷ്ണത അവളിൽ വല്ലാത്തൊരു വിറയലുണ്ടാക്കി. ഉണ്ണിയുടെ അവഗണനയും ജീവന്റെ അപ്രതീക്ഷിത അധികാരവും അവളെ ആകെ തളർത്തി കളഞ്ഞു. വേറെ വഴിയില്ലാതെ അവൾ ആ കാറിന്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് പായുമ്പോൾ കാറിനുള്ളിലെ കണ്ണാടിയിലൂടെ ജീവ അവളെ ഒന്ന് നോക്കി. തുടരും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.